ഹലോ, ഡിസൈ ബ്യൂട്ടി സ്പോട്ടിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാ. ഇന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു കിടുക്കാച്ച ഐറ്റമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു അടിപൊളി ഹെയർ ബാൻഡാണ്. എന്നിട്ട് ഞാനിവിടെ ഏതാണ്ട് ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. റെഡ് കളറ് 4 ഇഞ്ചിൻ്റെ ഞാനിപ്പോൾ എടുക്കാറുള്ളതാണ്. അതുപോലെ നമുക്കതിനായിട്ട് വൈറ്റ് ഫോം ഫ്ലവറും വേണം, റെഡ് ഫോം ഫ്ലവറും വേണം കേട്ടോ. 2 കളറ് ഫോം ഫ്ലവറാണ് വേണ്ടിയത്. ഇനി നമുക്ക് വൈറ്റ് കളറ് ബീഡ് വേണം. എടുത്തിട്ടുണ്ട്. നമുക്കിനി സൂചി നൂലൊക്കെ ഉപയോഗിച്ച് തുന്നണം. നമുക്ക് ഇതിനെ ഒന്ന് എന്ത് ചെയ്യണം, ഈ ഫ്ലവറിനെ ഈ കമ്പി ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ ഒരു പച്ച കമ്പി ഉണ്ട് കേട്ടോ. ആ പച്ച കമ്പി നമുക്ക് ഇതുപോലെ ഒന്ന് ഊരിയെടുക്കണം. അതിനായിട്ട് ഈ ഫ്ലവറിലൊന്ന് നന്നായിട്ട് പിടിക്കുക, ഒത്തിരി അമക്കരുത് കേട്ടോ, ഡാമേജ് ആയിപ്പോവേ. അപ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം പതുക്കെ പതുക്കെ ഇതുപോലെ തിരിച്ചിട്ട് ഇത് ഊരിയെടുക്കുക. ശ്രദ്ധിച്ചുരണം, ഫ്ലവർ ഡാമേജ് ആയി പോകരുത്. ഇതുപോലെ ഞാൻ റെഡ് കളറിലുള്ള ഫ്ലവർ അഴിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ വൈറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 റെഡും ഒരു വൈറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ സ്ഥലം ഒന്ന് ആദ്യം ഒന്ന് കണക്കാക്കുക, എന്തോരം സ്ഥലം ഫുള്ളായിട്ട് എടുക്കണം. അപ്പോൾ ഒന്ന് കണക്കാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യും, ഒരറ്റത്തുനിന്ന് തുടങ്ങാം. അപ്പോൾ നമ്മൾ എടുക്കാറുള്ള B7000 ഗ്ലൂ ആണ്. അത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക, കുറച്ച് അധികം അപ്ലൈ ചെയ്യാം. എന്നിട്ട് അത് അവിടെ ഇരിക്കട്ടെ, പെട്ടെന്നൊന്നും ഉണങ്ങി പോവില്ല. ഇനി നമുക്ക് ഈ ഫോം ഫ്ലവറിൻ്റെ അടിഭാഗത്തുള്ള നെറ്റ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ പൊന്തിയൊക്കെ ഇരിക്കുവേ. അപ്പോൾ അതിനെ ഒന്ന് അവിടെ ജസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ നെറ്റൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചൊന്ന് വൃത്തിയാക്കി കൊടുക്കുക ഫ്ലവറിനെ. ഇനി അതിൻ്റെ ബാക്ക് വശത്ത് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ B7000 ഗ്ലൂ ആദ്യം ഹെയർ ബാൻഡിൽ അപ്ലൈ ചെയ്തല്ലോ, അതിലേക്ക് കറക്റ്റായിട്ട് ആ സെൻറ്റർ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് വിരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടമാനം അമക്കരുത്, നമ്മുടെ ഫ്ലവർ ഡാമേജ് ആകും കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് 3 എണ്ണം. സെൻറ്ററിൽ വൈറ്റ് വെച്ചിട്ട് 2 അറ്റത്തും റെഡും വെച്ച്. ഇനി അടിഭാഗത്തൊന്നും ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്ക് സൂചിയും നൂലും എടുത്തിട്ട് ആ റെഡിൻ്റെ അടിഭാഗത്തു കൂടി പരമാവധി കോർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കെട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നോളും കേട്ടോ പരമാവധി. അപ്പോൾ മുത്ത് നമ്മൾ കോർക്കുമ്പം അത് അടുത്തടുത്തിരിക്കും, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സൂചി കോർത്തെടുക്കാം. ഇനി ആ സൂചിയിലൂടെ നമുക്ക് ബീഡ്സ് എല്ലാം കോർത്തെടുക്കണം. ബീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കോർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 10, 23, 24 എണ്ണമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ആ ബീഡ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഭംഗി കൂടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിറയെ കോർത്തെടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ നിലത്ത് വെച്ച് കറക്റ്റായിട്ട് വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഈ അറ്റത്ത് വെച്ചത് അപ്പുറത്തെ അറ്റത്ത് അതുപോലെ എത്തണം. അപ്പോൾ എന്തോരം ബീഡ്സ് വേണം ബാക്കിയെന്ന് ശ്രദ്ധിച്ച് നോക്കി ബാക്കി കോർത്തെടുക്കുക. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തു. നമ്മൾ ആദ്യം എടുത്ത ഗ്ലൂ തന്നെയാണ്. കുറേശ്ശെ കുറേശ്ശെ അപ്ലൈ ചെയ്യുക. തീരെ കുറഞ്ഞു പോയാൽ മുത്തൊട്ടാൻ താമസിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞൊക്കെ പോരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റത്തൊന്ന് ഇതുപോലെ വിരലുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. അവിടെ കെട്ടിയിട്ടിട്ടില്ല, നമ്മൾ തുന്നണം നമുക്ക്, അതുകൊണ്ട് കെട്ടിയിട്ടിട്ടില്ല. അപ്പോൾ വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് പിടിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. മുത്തുകൾ വളഞ്ഞു പോകാതെ ഗ്യാപ്പില്ലാതെ നന്നായിട്ടൊന്ന് ഒട്ടിക്കണം. വിരലൊക്കെ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അറ്റത്ത് വരെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ നൂലിൻ്റെ ഇവിടെ ഒന്ന് വിരൽ വെച്ചിട്ട് ഗ്യാപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നിങ്ങനെ വിരൽ വെച്ചാൽ മതി, അപ്പോൾ ഗ്യാപ്പൊക്കെ അഡ്ജസ്റ്റ് ആയിക്കോളും. ഇനി നമുക്കതിനെ ഇതുപോലെ ഒന്ന് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ചാൽ സൈഡിലോട്ട് നിൽക്കുന്നതൊക്കെ സെൻറ്ററിലോട്ട് വരും കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും. നന്നായിട്ട് ബീഡ്സൊക്കെ ഒട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ. ഇനി നമുക്കിതിനെ ഈ അറ്റത്തൊന്ന് തുന്നി പിടിപ്പിക്കണേ. അതിനായിട്ട് ആ ലാസ്റ്റിലുള്ള വൈറ്റ് ബീഡിൻ്റെ അടിഭാഗത്തേക്ക് ചേർത്തൊന്ന് തുന്നിയെടുക്കാം. അടിയിലോട്ടെ പുറത്തോട്ട് പരമാവധി കാണാത്ത പോലെ തുന്നുക. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് തുന്നി പിന്നെ ഒന്ന് വീണ്ടും തുന്നി കെട്ടിട്ടെടുക്കണം. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അടിഭാഗത്തോട് തന്നെ സെൻറ്ററിൽ തന്നെ തുന്നാൻ ശ്രദ്ധിക്കുക. കാളം കുളം തുന്നരുത്, വൃത്തികേടായിട്ടിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് കെട്ടിട്ടു കണ്ടോ, ഒന്ന് വലിച്ച് പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ബാക്കി മുത്തൊക്കെ ഇളകി പോകാതെ, ഇളകുന്ന മുത്തൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് നേരെയാക്കി കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അത് പെട്ടെന്നൊന്നും ആ പശ ഒട്ടതില്ല, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ആ ഹോൾസിലൂടെ ലാസ്റ്റുള്ള വീടിൻ്റെ ഹോൾസിലൂടെ നൂല് കോർത്ത് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അവിടെ തന്നെ അതിനെ ഒന്ന് കെട്ടിടുകയാണ് കേട്ടോ നമ്മൾ. കണ്ടോ, ആ ലാസ്റ്റത്തെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒന്ന് തുന്നി പിടിപ്പിച്ചു. എന്നിട്ട് ഒന്നും കൂടി
സൂചി കോർത്ത് ഇപ്പം നൂലൊന്നും അങ്ങനെ പുറത്ത് കാണുന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ച് തുന്നിയാൽ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പരമാവധി പെർഫെക്റ്റ് ആക്കി ചെയ്യുക. ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവർ തന്ന സാധനം കൊള്ളില്ല എന്നാരും പറയരുത്. അപ്പോൾ ഇത് നൂലൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ലൈറ്റർ വെച്ചിട്ട് ആ എഴുന്ന് നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് ഉരുക്കുക. അധികമായിട്ട് തീ അതിലേക്ക് ചെന്നാൽ ആ ബീഡ്സ് കരിഞ്ഞിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ഉരുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് തീ കാണിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ പണി കഴിഞ്ഞു. നല്ല ഭംഗിയില്ലേ, ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി വൈറ്റിലും ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ വൈറ്റ് കളറ് ഫ്ലവർ 2 വെച്ചിട്ട് സെൻറ്ററിൽ റെഡും വെച്ചു, റെഡ് ബീഡ്സും വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റിൽ എന്നെ അറിയിക്കുക. അതാ കുറേ ഹെയർ ബാൻഡ്സ് ഉണ്ട്, ഞാൻ സെയിലിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒത്തിരി ഹെയർ ബാൻഡ് ഉണ്ട്. നല്ല ഭംഗിയില്ലേ ഇരിക്കുന്ന കാണാൻ തന്നെ. ഇതാ വൈറ്റ് കണ്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡിൽ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ബൈ ബൈ.